ഫിസിക്സ്, ദ ഡിവൈൻ സെറ്റിംഗ്സ്, ദൈവത്തിൻ്റെ ഗെയിം എഞ്ചിൻ. ആപ്പിൾ വീണപ്പോൾ എന്താണ് സംഭവിച്ചത്? ജെറി, ബ്രോ, ന്യൂട്ടൺ തലയിൽ ആപ്പിൾ വീണപ്പോൾ അത് തിന്നാ പോരായിരുന്നോ? എന്തിനാ ഈ ഫോഴ്സും ഗ്രാവിറ്റിയും കണ്ടുപിടിച്ച് നമ്മളെ മെനക്കെടുത്തുന്നത്? ബ്രോ പറഞ്ഞു, എടാ നീ PUBG കളിക്കുമ്പോൾ അതിലെ ഗ്രാവിറ്റിയും റൂൾസും മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ ദൈവം ഈ പ്രപഞ്ചം എന്ന ഗെയിം റൺ ചെയ്യാൻ സെറ്റ് ചെയ്ത റൂൾസാണ് ഫിസിക്സ്. നോക്കിക്കോ. ദ 5 വൈറ്റ് ചെക്സ്: ബിഗ് ബാങ്, സ്ട്രോങ് ഫോഴ്സ്, എൻട്രോപ്പി, ലൈറ്റ് ആൻഡ് ഫൈൻ ട്യൂണിങ്. നമ്പർ 1, ബിഗ് ബാങ്, ദ സെർവർ സ്റ്റാർട്ട്. സയൻസ് പണ്ട് പറഞ്ഞു പ്രപഞ്ചം എപ്പോഴും ഉള്ളതാണെന്ന്, പിന്നെ പറഞ്ഞു ബിഗ് ബാങ് വഴി തുടങ്ങിയതാണ്. പക്ഷേ ബൈബിൾ അതിന് എത്രയോ മുൻപേ സ്പോയിലർ അലേർട്ട് തന്നു. ആദിയിൽ ദൈവം. ടൈം, സ്പേസ്, മാറ്റർ, ഇത് മൂന്നും ഒരേ സമയം സ്വിച്ച് ഓൺ ചെയ്തത് ദൈവമാണ്. ബിഗ് ബാങ് അല്ല, ബിഗ് ഗാഡാണ് സംഭവം. നമ്പർ 2, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ദ സൂപ്പർ ഗ്ലൂ. ആറ്റത്തിനുള്ളിലെ പ്രോട്ടോണുകൾ തമ്മിൽ തല്ലി പിരിയേണ്ടതാണ്, പക്ഷെ അവരെ പിടിച്ചു നിർത്തുന്ന ഒരു മാജിക് ഗ്ലൂ ഉണ്ട്. കൊളോസിയർ 1:17 പറയുന്നു, അവനിലാണ് സകലവും ഒത്തിരിക്കുന്നത്. ദൈവം ആ ഹോൾഡ് ഒന്ന് വിട്ടാൽ ഈ പ്രപഞ്ചം ഗ്ലിച്ചടിച്ച് തകർന്നു പോകും. ദൈവമാണ് റിയൽ മാഗ്നറ്റ്. 3, എൻട്രോപ്പി, ബാറ്ററി ലോ. ഫിസിക്സ് പറയുന്നു എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻട്രോപ്പി, അതായത് പ്രപഞ്ചത്തിൻ്റെ ചാർജ് തീരുന്നു. ബൈബിൾ പണ്ടേ പറഞ്ഞു ഭൂമി വസ്ത്രം പോലെ പഴകിപ്പോകും. ഈ ലോകം പെർമനൻ്റ് അല്ല, ഇതൊരു ടെമ്പററി സെറ്റപ്പാണ്. നമുക്കൊരു സിസ്റ്റം അപ്ഡേറ്റ്, അതായത് പുതിയ ആകാശവും പുതിയ ഭൂമിയും ആവശ്യമാണ്. നമ്പർ 4, ലൈറ്റ്, ദ പവർ സോഴ്സ്. ഈ ലോകത്തിലെ അൾട്ടിമേറ്റ് സ്പീഡ് ഏതാ? ലൈറ്റ്, അതായത് E=mc². ദൈവം സൃഷ്ടി തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞതും ലൈറ്റ് വരട്ടെ എന്നാണ്. സൂര്യനെ ഉണ്ടാക്കുന്നതിന് മുൻപേ ദൈവം എനർജി അൺലോക്ക് ചെയ്തു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശു പറഞ്ഞത് വെറുതെ അല്ല, പുള്ളിയാണ് മെയിൻ എനർജി സോഴ്സ്. നമ്പർ 5, ഫൈൻ ട്യൂണിങ്, OP സെറ്റിംഗ്സ്. ഗ്രാവിറ്റി ലേശം കൂടിയാൽ നമ്മൾ തറയിൽ ഒട്ടിപ്പോകും, കുറഞ്ഞാൽ പറന്നു പോകും. ഈ പ്രപഞ്ചത്തിൻ്റെ സെറ്റിങ്സ് ആരോ ഇരുന്ന് കൃത്യമായി ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടി ദൈവം സെറ്റ് ചെയ്ത OP, അതായത് ഓവർ പവേർഡ് ഡിസൈനാണത്, അല്ലാതെ റാൻഡമായി ഉണ്ടായതല്ല. ബ്രോ പറഞ്ഞു ഫിസിക്സ് വെറും ഫോർമുലയല്ല, അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഗ്രാവിറ്റി മാറാത്തത് ദൈവം മാറാത്തത് കൊണ്ടാണ്. ജെറി, ഇപ്പം കത്തി ബ്രോ, ന്യൂട്ടൺ മാസാണ്, പക്ഷെ ദൈവം കോലമാസാണ്. ദൈവം മാറാത്തത് കൊണ്ട് ഗ്രാവിറ്റിയും മാറുന്നില്ല. ഫിസിക്സ് is equal to God's faithfulness. ഇതൊരു തുടക്കം മാത്രമാണ്, വലിയത് വരാനിരിക്കുന്നതേയുള്ളൂ.